കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ BRSCയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 3 അധ്യാപകരെ MDMA കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട അധ്യാപകരാണ് ഈ കേസിൽ പ്രതികളായി വന്നിരിക്കുന്നത്. ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവർ നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചൊക്കെ ഒട്ടനവധി പരാതികളാണ് അറസ്റ്റിന് ശേഷം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ ചില ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പരാതി കൊടുത്തിട്ടും അതിൽ അന്വേഷണം നടത്തുവാനോ അതിനെക്കുറിച്ച് പരിശോധിക്കുവാനോ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ CPMന്റെ അനുകൂല സംഘടനയാണ്. ആ സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് ഈ പറയുന്ന 2 അധ്യാപകർ. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഏറ്റവും പരാതി വന്നിരിക്കുന്നത് അവർ നടത്തിയ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ താൽക്കാലിക ജീവനക്കാർക്ക്, കോൺട്രാക്ട് ജീവനക്കാർ വിദേശത്ത് പോകണമെങ്കിൽ അവരുടെ ജോലി രാജിവെച്ച് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ രാജിവെച്ച് പോയാൽ തന്നെ പകരം ഇന്റർവ്യൂ നടത്തിയ സമയത്ത് തൊട്ടടുത്തുള്ള റാങ്കുകാർ ആരാണോ അവർക്ക് ആ ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലെ ചട്ടവും നിയമവും നമുക്ക് പരിശോധിച്ചതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ രാജിവെക്കുകയും പിന്നീട് രാജിവെച്ചത് വിദേശയാത്ര വന്നതിന് ശേഷം തിരുത്തുകയും ആ തിരുത്തിയ അടിസ്ഥാനത്തിൽ വീണ്ടും അതേ തസ്തികയിൽ തന്നെ അവർ ജോലി ചെയ്യുകയും ചെയ്തു എന്നുള്ള പരാതി വളരെ ഗൗരവമുള്ള പരാതിയാണ്. അതോടൊപ്പം തന്നെ SSKയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിഗുരുതരമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഴ്ചയാണെന്നും അതോടൊപ്പം തന്നെ അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവകരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇവരെ സംരക്ഷിച്ചതും അതോടൊപ്പം തന്നെ ഇവർക്ക് വഴിവിട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വകുപ്പുതല അന്വേഷണം വേണം. ഡിപ്പാർട്ട്മെന്റ് വകുപ്പുതല അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ നാടിനാകെ ഞെട്ടിച്ച പേരാമ്പ്രയിലെ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള ഇടപാടുകൾ, അത് അവരെ സംരക്ഷിച്ച ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കണമെന്നും അവർക്കെതിരെ കൃത്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് SP പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന്റെ പിറകിലുള്ള ശക്തികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. അവരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും. ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഈ പ്രദേശത്തൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും നേർവഴിയിലേക്ക് നയിക്കേണ്ടവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ CPMന്റെ പോഷക സംഘടനയിലെ നേതാക്കന്മാർ ഇവരായിട്ടും ഈ സമയം വരെ CPM ഇതിലൊരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. SFIയും DYFIയും മൗനത്തിലാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയും യാതൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നുമില്ല. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലാണ് നടന്നത്, ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയപരമായ സഹായമാണ് അവർക്ക് ലഭിച്ചത്, അതും കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കണ്ണിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അത്തരത്തിലുള്ള കൃത്യമായ അന്വേഷണം SP ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവരും അത് അന്വേഷിച്ച് കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും
രാഷ്ട്രീയം നോക്കാതെ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാതെ കൃത്യമായ നടപടി സ്വീകരിച്ച് പേരാമ്പ്രയിൽ നടന്ന സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കർക്കശമായ നടപടി സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടാൻ